ട്രേഡേഴ്സ് ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആവുന്നത്. നമുക്ക് ഫേവറായിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് മൂവ് ഉണ്ട്. നമുക്ക് ഇന്നലത്തെ നമ്മുടെ ക്ലോസിങ്ങിൽ 1163. ഇപ്പോൾ ഒരു ജസ്റ്റ് കുറച്ച് ഫ്യൂ മിനിറ്റ്സും കൂടിയേ ഉള്ളൂ മാർക്കറ്റിൽ ഓപ്പൺ ആവാൻ. നമ്മളുടെ പ്ലാൻ ഇതാണ്. നമ്മൾ മേളിലേക്കാണ് മാർക്കറ്റ് ഇവിടുന്ന് കണ്ടിന്യൂസ്ലി വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് 50K അല്ല, സോറി 50 പോയിൻറ്റ്സിൻ്റെ ആണ് കേട്ടോ. 50 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യുന്നു. ഇനി അല്ല താഴത്തേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്യുന്നു. സോ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഇന്നലെ നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു 800 രൂപയായിരുന്നു കാണിച്ചിരുന്നത്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കഴിയുമ്പോഴാണ് നമുക്കിപ്പോൾ ഒരു 1100ൻ്റെ ലോസ് കാണിക്കുന്നത്. ഇപ്പോൾ ഇനി ഒരു 1 മിനിറ്റും കൂടി ഉള്ളൂ മാർക്കറ്റ് ഓപ്പൺ ആവാൻ. മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നമ്മളുടെ പ്ലാനുമായിട്ട് നമ്മൾ റെഡിയാണ്. നമുക്കൊരു 7,000 8,000ൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയേക്കാം. അപ്പോൾ ഏകദേശം ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുന്നതാണ്. ഇനി അതല്ല, നമുക്ക് എഗനിസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ആയ ഉടനെ ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ആവുന്നത്, നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് ഫോം ആവുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് കൊടുത്തിറങ്ങാം. ഇപ്പോൾ 9:14, ജസ്റ്റ് ഇനി ഒരു 1 മിനിറ്റും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ മാർക്കറ്റിൽ. നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. മാർക്കറ്റ് എങ്ങനെയാണ് ഓപ്പൺ ആയതിനു ശേഷം. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഫൈൻ 6,000 നമുക്ക് 8,000 കാണിച്ചാൽ എക്സിറ്റ് ചെയ്തേക്കാം. 5,000 7,000 ഓക്കെ, 6,000 ഓക്കെ. ഞാൻ 7,000 കഴിഞ്ഞ് നെക്സ്റ്റ് 8,000 എന്നുള്ള രീതിയിൽ കുഴപ്പമില്ല. ഏതായാലും ഒരു 6,000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് നമ്മൾ ഓവറോൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു ഇന്നലത്തെ നമ്മൾ ഹോൾഡിംഗ് ട്രേഡിൽ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഓവറോൾ ഒരു 6,000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഇനി ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റിൽ നമുക്ക് അടുത്തൊരു എൻട്രി എടുത്തേക്കാം. ജസ്റ്റ് ഫസ്റ്റ് ട്രേഡിൽ നിങ്ങൾ കണ്ടാണ് നമ്മൾ ഇന്നലത്തെ ഒരു ഹോൾഡിംഗ് പൊസിഷനിൽ ഒരു 6,000 ബുക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. എക്സാക്ട്ലി ഈ ഒരു പോയിന്റിലാണ് നമ്മളുടെ എൻട്രി എടുത്തത്. ആ ഒരു ക്യാൻഡിലിൻ്റെ എക്സാക്ട്ലി താഴത്ത് തന്നെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസും വയ്ക്കുക. റൈറ്റ്, ഒന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്താൽ ഇതാണ് നമ്മളുടെ എൻട്രി പോയിൻറ്റ്. ജസ്റ്റ് ക്യാൻഡിലിൻ്റെ താഴത്ത് തന്നെ, എക്സാക്ട്ലി ആ ക്യാൻഡിലിൻ്റെ താഴത്ത് തന്നെയാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസും വയ്ക്കുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് പോകുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ട്രേഡ് നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിയല്ലോ, എന്തിനാണ് ഇപ്പോൾ സെക്കൻഡ് ട്രേഡ് എടുക്കണമെന്ന് ചോദിക്കുന്നില്ലല്ലോ മറുപടി. ഫസ്റ്റ് ട്രേഡ് നമ്മൾ ഇന്നലെ ഹോൾഡ് ചെയ്യും, മനഃപൂർവ്വം ഹോൾഡ് ചെയ്തതല്ല. ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ആവുമെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ മനഃപൂർവ്വം ഹോൾഡ് ചെയ്തതല്ല, ഇന്നലെ ഹോൾഡ് ആയിപ്പോയതാണ്. ഇന്നലെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതൊരു ഭാഗ്യം കൊണ്ട് മാത്രം നമുക്ക് ആ ട്രേഡിൽ എൻട്രി അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചാണ്. ഇതിപ്പോൾ നമ്മളുടെ ട്രേഡിംഗ് സെറ്റപ്പ് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡിൽ എൻട്രി എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസും നമ്മളുടെ ടാർഗറ്റും ഏതായാലും ഇൻറ്റക്റ്റാണ്. ഇനിയിപ്പോൾ മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. ചെറിയൊരു സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. ഇനിയിപ്പം അതല്ല, മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ടൈം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡും കൂടി എടുക്കാം. അപ്പോൾ ഏതായാലും ഒരു 2,000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഓവറോൾ ഇപ്പോൾ വേണമെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാവുന്നതാണ്. കാരണം നമ്മൾ അച്ചീവ് ചെയ്യാറുള്ള 8,000 9,000 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. നമ്മൾ ഡെയിലി അച്ചീവ്മെൻറ്റിന് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആയിട്ടുണ്ട്. വേണ്ട, ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. മാർക്കറ്റിൻ്റെ കണ്ടിന്യൂസ് മൊമെൻറ്റം നോക്കിയിട്ട് നമുക്ക് മാർക്കറ്റിൽ പ്ലാൻ ചെയ്യാം. ഏതായാലും ഇവിടുന്ന് മാനുവലി എക്സിറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു 9,000 വരെ പ്രോഫിറ്റ് കാണിച്ചതാണ്. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം. ഇവിടുന്ന് ഇപ്പോൾ ഒരു അത്യാവശ്യം കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടുന്നുണ്ട്. നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഫേവറായിട്ട് അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആവുന്നത്. മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നോക്കാം, എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ചെറിയൊരു പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതല്ല, നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെയും കൂടെ പ്ലേസ് ചെയ്യാം. ഏതായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് അത്രയും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഒരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് മാറുന്നുണ്ട്. ഏതായാലും നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. ഇനിയിപ്പോൾ മാർക്കറ്റ് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും റെഡിയാണ്, ഇൻറ്റക്റ്റ് ആണ്. ഇനിയിപ്പോൾ അതല്ല മേളിലേക്കാണ് പോകണമെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് എഡിറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്യുകയും പ്ലേസ് ചെയ്യാം. ഏതായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്. ഏതായാലും റിജക്ഷനും കൂടെ കാണിക്കുന്നുണ്ട്. നെഗറ്റീവ് ക്യാൻഡിലാണ് ഫോം ആയെങ്കിൽ കൂടി റിജക്ഷൻ കൂടെ കാണിക്കുന്നുണ്ട്. ഏതായാലും വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
ട്രേഡ് സ്പോട്ട് വൈസ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഹിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഓക്കെ, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഈ ഒരു ട്രേഡിൽ നമ്മൾ ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ജസ്റ്റ് നല്ലൊരു ഓവറോൾ ഒരു കൺവിക്ഷൻ ഉള്ളൊരു ട്രേഡ് ആയിരുന്നു. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ നമ്മൾ എൻട്രി എടുത്തത്. ഇതിന് എൻട്രി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ഫോമായി. ഈ ഡബിൾ ടോപ്പിൻ്റെ ഫെയിലിയറായി എന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ ഒരു ട്രേഡിൽ എൻട്രി എടുത്തത്. സെല്ല് ചെയ്തവരെല്ലാം ട്രാപ്പ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിച്ച് ട്രേഡ് എടുത്തു. ജസ്റ്റ് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് വെച്ചത്. ആ ഒരു ക്യാൻഡിലിൻ്റെ 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ആണ് നമ്മൾ വെച്ചത്. പക്ഷേ അവിടുന്ന് റിവേഴ്സായി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യായിരുന്നു. ഏതായാലും നമ്മൾ ഈ ഒരു ട്രേഡിൽ ഓവറോൾ ഒരു 3000 പ്ലസിൻ്റെ ഒരു ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഓർഡർ ബുക്ക്. ഏതെങ്കിലും ഒരു ട്രേഡിന് ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് മാർക്കറ്റിൽ അടുത്തൊരു ട്രേഡിൽ കൂടെ എൻട്രി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് എൻട്രി എടുത്തപ്പോഴത്തേക്കും ചെറിയൊരു നെഗറ്റീവ് റൺ ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്ത്. മാർക്കറ്റ് അവിടുന്ന് കണ്ടിന്യൂസ്ലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തതിന് ശേഷം കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് ചെയ്തത്. നോക്കിയിരിക്കേണ്ടി മാത്രമേ വന്നുള്ളൂ. കാരണം എക്സാക്ട്ലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് അവിടുന്ന് ഒരു കണ്ടിന്യൂസ് ഒരു അപ്സൈഡ് മൊമെൻറ്റം കാണിച്ചത്. സോ അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നമ്മളുടെ ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോവുക, പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ഇറങ്ങുക അല്ലെങ്കിൽ പ്രോപ്പർ ടാർഗറ്റിൽ ഇറങ്ങുക എന്നുള്ളത് നമ്മൾ ആദ്യം തൊട്ടേ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് നിലനിൽക്കാനും പറ്റില്ല. മാർക്കറ്റ് വിത്തിൻ നോ ടൈം നമ്മളെ മാർക്കറ്റ് വെളിയിലാക്കുന്നതാണ്. സോ ഇപ്പോൾ ഒരു 175 ക്വാണ്ടിറ്റി ജസ്റ്റ് ചെറിയൊരു പ്രോഫിറ്റ് ഒന്നും പറയാൻ പറ്റില്ല. കോസ്റ്റിൽ തന്നെ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട് നമുക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 554.18 ആണ് നമുക്ക് ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് കിട്ടിയേക്കണം. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. വെറുതെ റിസ്ക് എടുക്കേണ്ട. നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇവിടുന്ന് ഇറങ്ങാം. 534 ട്രിഗർ വന്നിട്ട് ₹1 കൂട്ടി 535 കൂടെ കൊടുത്തേക്കാം. ജസ്റ്റ് ഇപ്പോൾ ചെറുതായിട്ട് കോസ്റ്റിൽ തന്നെ റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തേക്കാം. ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് തിരിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങാം. ഇനി അല്ലെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി നമ്മുടെ 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയിൽ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. ഇന്നിപ്പം ഇതിപ്പോൾ ഒരു ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ ഈ ഒരു ട്രേഡ് കൊണ്ട് ഇനിയിപ്പം നിർത്തുവാണ്. ഇനി നമ്മൾ ഏകദേശം കോസ്റ്റിൽ തന്നെ ആയിരിക്കും ഇന്ന് ഇറങ്ങുന്നത്. കാരണം ഫസ്റ്റ് ഉണ്ടായിരുന്ന 6000 ഇത് ഒരു 3000 പ്ലസിൻ്റെ അടുപ്പിച്ചായിരിക്കും നമുക്ക് ലോസ് ഉണ്ടാവുക. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് മാർക്കറ്റ് അഗെയിൻ കറങ്ങി നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഓവറോൾ ഈ ഒരു ട്രേഡിൽ നമ്മൾ 4000 ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1000 റുപ്പീസിൻ്റെ ലോസാണ് ഇന്നിപ്പോൾ ആവറേജ് ബുക്ക് ചെയ്ത്. ഏതായാലും ഇതായിരുന്നു ട്രേഡേഴ്സ് ഇന്നത്തെ ട്രേഡ്.